James 5:13. Yeah. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. പാട്ടുപാടട്ടെ. നിങ്ങൾ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം നമ്മൾ ഈ ഭാഗം തൊട്ട് താഴോട്ടൊന്ന് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ പ്രസംഗിക്കുന്നില്ല, ഞങ്ങൾക്ക് എപ്പോഴും അവസരമുണ്ട്, അപ്പോൾ ഞാനത് ചെയ്തോളാം. അതിൻ്റെ 7 തൊട്ട് വായിച്ചിട്ട് സ്തോത്രം 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അത് വായിച്ചാൽ മതി. 3 മേഖല ഇതിനകത്തോട്ട് പോകണം. 3 മേഖല. ഒന്ന് സ്തോത്രം പേഷ്യൻസ്, ദീർഘക്ഷമ. നിങ്ങൾ കേൾക്കുക, എന്താണ് ദീർഘക്ഷമ. 2 പ്രയർ. നമ്മളിത് വായിച്ചു. പ്രയർ 2 തരം പ്രയറുണ്ട്. ഒന്ന് സഫറിങ് പ്രയറുണ്ട്, 2 സിക്ക് പ്രയറുണ്ട്. എന്ന് വെച്ചാൽ സഫറിങ് പ്രയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടു, എന്താണ് കഷ്ടമനുഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ. രണ്ടാമതോടൊപ്പം ദീനക്കാരൻ പ്രാർത്ഥിക്കട്ടെ. അത് രണ്ടുമുണ്ട് ഞാനോട് വിടുന്നത്. അപ്പോൾ 1 ദീർഘക്ഷമ, 2 എന്തോ ഞാനിപ്പോൾ പറഞ്ഞത് പ്രാർത്ഥന, 3 ശാക്തീകരണം. ഇത് 3 അതിനകത്ത് കാണുന്നത്. 1 എന്ത് ചെയ്യുക, ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. 2 എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. 3 ശക്തി പ്രാപിക്കുക. ഇത് 3 മേഖലയാണ്. അപ്പോൾ സുഹൃത്ത് 2-ാം അധ്യായത്തിലും നിങ്ങളത് കണ്ടാൽ മനസ്സിലാകും. 1ഉം 2ഉം കൂടെ ചേർത്ത് വായിക്കണം. എന്ത് ചെയ്തു, അവിടെ കുറേ പേര് എന്ത് ചെയ്തു, വാഗ്ദത്തത്തിനായിട്ട് കാത്തിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. 2-ാം അധ്യായം 1-ാം വാക്യം വേണ്ട. അപ്പോൾ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വാക്യം അറിയുന്നു, കൊടിയ കാറ്റ് പോലെ എന്ത് ചെയ്തു, പരിശുദ്ധാത്മാവുടെ മേൽ വന്നു, അവർ ശക്തി പ്രാപിച്ചു. ചോദ്യം, ഒരാളോട് ചോദിക്കും, പാസ്റ്ററെ ശക്തി എന്തിനാ? ഒറ്റ ഉത്തരം ഞാൻ പറയാം. ഇത്രയുള്ള ഈ മക്കളെ സ്തോത്രം, നമുക്ക് നിൽക്കാൻ കഴിയാത്തൊരു മേഖല നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു. അത് നിങ്ങൾ യോബേൽ പ്രവചനം വായിക്കണം. ഇങ്ങനെ അങ്ങോട്ട് കുറേ പ്രവചനങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പണം കൊണ്ട് നിൽക്കാൻ കഴിയാത്തത്, നമ്മുടെ ആരോഗ്യം കൊണ്ട് നിൽക്കാൻ കഴിയാത്തത്, നമ്മുടെ ബുദ്ധി കൊണ്ട് നിൽക്കാൻ കഴിയാത്തത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു മേഖല നമ്മുടെ മുമ്പിൽ വരും. നിങ്ങളിനി യോബേൽ പ്രവചനമൊക്കെ വായിച്ചാൽ മതി. അതൊക്കെ എനിക്കത് വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനങ്ങ് വിടുക. അപ്പോൾ വായിക്കും. നമുക്ക് മുൻപിൽ എന്ത് വരും? നമ്മുടെ ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട്, പണം കൊണ്ട്, കഴിവ് കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു മേഖല വരും. ആ വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ അതിജീവിക്കാനുള്ള ശക്തി നമ്മൾ ഇപ്പോഴേ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മളെപ്പോഴും അറിയേണ്ട കാര്യമുണ്ട്. സഫറിങ്ങിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അറിയാമോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ സഫറിങ്ങിലാണ് ആളുകൾ വിഡ്രോ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല, പിറുപിറുക്കുന്ന സഫറിങ്ങിലാണ് പ്രശ്നം. നിങ്ങൾക്ക് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സാക്ഷ്യം എന്തോ, കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ വിടുവിച്ചു, കർത്താവ് എനിക്ക് അത് ചെയ്തു, ഇത് ചെയ്തു. പക്ഷേ ഈ കാര്യമുണ്ട്, ഒരു സഫറിങ് ഞാനോട് പോയി ചോദ്യര് അവലം പറയുമോ? ഇല്ല. ഇയ്യോബിൻ്റെ പുസ്തകം മൊത്തം ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് കിട്ടും. ഇയ്യോബിന് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇവന്മാർ പറയുന്നതിനെല്ലാം ആകെപ്പാടെ പുള്ളി ഡിഫെൻഡ് ചെയ്യുന്നത്രേ ഉള്ളൂ, ഞാനൊരു പാപിയല്ലെന്ന്. ഇവരെ പാപിയാക്കുക പറയും, ഞാനൊരു പാവി. അതിൽ മാത്രമേ പുള്ളി ഡിഫെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ പുള്ളിക്ക് എന്ത് ഡിഫെൻഡ് ചെയ്യാനില്ല. ഇവരുടെ മുമ്പിൽ ഒന്നും കാണിക്കാനൊന്നും പുള്ളിയുടെ ഇല്ല. സഫറിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്ത്, ഡിഫെൻഡ് മൊത്തം പോവും. എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ പ്രശ്നത്തിന് ഒരു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഒരു സഫറിങ് വരുമ്പോൾ ആ സഫറിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാൻ നമ്മളിൽ ഒന്നും കാണത്തില്ല. അവിടെ പിറുപിറുപ്പ് വരും, വിഡ്രോവൽ വരും, എന്ത് ചെയ്യും ആർഗ്യുമെൻറ്റ്സ് വരും. ഇങ്ങനെ നിങ്ങൾ നോക്കണം, സഫറിങ്ങിന് ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. സഫറിങ് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അതൊക്കെ നിങ്ങളൊക്കെ കണക്ക് കൂട്ടുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സ്തോത്രം, ശാക്തീകരണമില്ലെങ്കിൽ സഫറിങ്ങിൽ പിന്മാറിപ്പോവും. അപ്പോൾ ഈ ശാക്തീകരണമാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു മേഖല മുന്നിൽ വരും. നിങ്ങൾ നോക്കണം, ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? മുൻപിൽ ചെങ്കടൽ വന്നു, എന്ത് സഫറിങ്, പ്രശ്നം, പ്രതികൂലം. അവരെന്ത് ചെയ്തു? അവരെന്താ ചെയ്യുന്നത്? മോശയ്ക്ക് നേരെ പിറുപിറുച്ചു. മോശയ്ക്ക് നേരെ നീ എന്തിനാ ഞങ്ങളെ ശവക്കലറിലായിട്ട് കൊണ്ടുവന്നു? പക്ഷെ മോശ പിറുപിറുത്തില്ല. മോശ അതിന് മുമ്പ് ഒരു ശക്തി പ്രാപിച്ചുകൊണ്ടാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തോട് പിറുപിറുത്തില്ല. മോശ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ ജനം എന്നോട് ചോദിക്കുന്നതിന് ഉത്തരം ഞാൻ എന്നാ കൊടുക്കേണ്ടത്? അവൻ ദൈവത്തിന് മുമ്പ് മുട്ടുമേൽ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ അർത്ഥം, ശാക്തീകരണം ഇല്ലെങ്കിൽ സഫറിങ്ങിൽ നിൽക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ശാക്തീകരണം ആവശ്യമാണ്, ശക്തിയില്ല ആവശ്യമാണ്. അപ്പം നമുക്ക് മുമ്പിൽ വലിയൊരു പ്രതികൂലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യോവേൽ പ്രവചനം വായിക്കണം. യോവേൽ പ്രവചനം പറയുന്നത് അറിയാമോ? യഹോവയുടെ ദിവസം ആർ നിൽക്കും? അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നു, അങ്ങനെ ഒരു പ്രതിസന്ധി വരാൻ പോകുന്നു. ആ പ്രശ്നം വരുന്നതിന് മുമ്പ് ദൈവം തന്നെ ശക്തി അവൻ്റെ മേലെ അയച്ചു. അപ്പോൾ നോക്കട്ടെ, വൈ ഫാസ്റ്റിംഗ്, വൈ പ്രേയർ? പ്രൈസ് ദി ലോർഡ്.
ഒരൊറ്റ ഉത്തരമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സ്തോത്രം. എന്തിനു വേണ്ടിയാ? ഒരു ശാക്തീകരണത്തിന് വേണ്ടിയാ. മുന്നിലൊരു പ്രതിസന്ധി വരും, മുന്നിലൊരു പ്രതികൂലം വരും, മുന്നിലൊരു വേദന വരും, മുന്നിലൊരു വഴിയടച്ചിൽ വരും, മുന്നിൽ പലതും വരും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നിന്നെ കടത്തണമെങ്കിൽ എന്തു വേണം? നിനക്ക് ഇവിടെ വെച്ചൊരു ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാരോട് പറഞ്ഞത്, ഉയരത്തിലുള്ള ശക്തി വരുവോളം നിങ്ങൾ യെരൂശലേം വിടരുത്. കാരണം എന്താ? സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന പ്രശ്നത്തെ ഇനിയും അതിജീവിക്കണമെങ്കിൽ ഈ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ചെറിയ ശക്തി കൊണ്ട് പോരാ. കാരണം ഇതിനി വരാൻ പോകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഭയങ്കരമായിരിക്കും. പക്ഷെ അതിന് മുൻപേ ദൈവം നിന്നെ ശക്തീകരിക്കും. അതിന് മുമ്പേ ദൈവം നിനക്ക് ബലം തരും. അതിന് മുമ്പേ ദൈവം തന്നെ പ്രവൃത്തി അയക്കും. അവൻ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുന്നതിന് മുൻപേ ദൈവം എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. മുൻപേ ദൈവം ശക്തി തരും. മുൻപേ അതിനൊരു പരിഹാരം ദൈവം തന്നിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോണം. ഞാൻ ഉറപ്പ് തരാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരു ഭക്തനെ അനുഗ്രഹിച്ചിരിക്കും. അതിന് ഒരു മാറ്റവും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പല ആൾക്കൂടെ പറയാറുണ്ട്, ഞാൻ ബുക്കിനകത്ത് എഴുതി തരാം. കാരണം എന്താ? ദൈവത്തിൻ്റെ പദ്ധതി അതാ. പക്ഷെ നീ അവിടെ എത്തുന്നതിന് മുമ്പ് നിനക്ക് ഇഷ്ടം പോലെ തടസ്സവും വരും. ആ തടസ്സത്തെ ഹല്ലേലൂയ എതിർപോകണമെങ്കിൽ, ആ തടസ്സത്തെ അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി ഉണ്ടേലേ പറ്റൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ മുട്ടിന്മേലിരിക്കാം, പ്രാർത്ഥിക്കാം. ഈ 7 ദിവസം ഹല്ലേലൂയ കുറച്ച് സമയങ്ങളെങ്കിലും, ഒരു നേരമെങ്കിലും ഹല്ലേലൂയ നിങ്ങൾ ഉപവസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും വിടരുത്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയെ ദൈവം പിശാച് തടയുന്നുണ്ട്. ആരുടെയൊക്കെയോ ഉപവാസ ദൈവം പിശാച് തടയുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സാധാരണ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ആളോട് പറയുമ്പം ആരും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പിടിച്ചു പറി കണ്ടപ്പം കർത്താവ് ആ ബ്രേക്ക് ത്രൂ ചെയ്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ശക്തി പ്രാപിക്കാം. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിച്ച് നമ്മളെ ദൈവം എത്തിക്കുന്ന ആ ബ്ലെസ്സിങ്ങിൽ, ആ അനുഗ്രഹത്തിൽ നമ്മൾ കാലൂന്നണം, നമ്മൾ നിൽക്കണം. സ്തോത്രം. പക്ഷേങ്കിൽ ആ ബ്ലെസ്സിങ്ങിൽ എത്താതിരിക്കുന്നതിന് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് സ്തോത്രം പലപ്പോഴും പിശാച് നമ്മളെ ത്രട്ട് ചെയ്യും, നമ്മളെ തകർക്കും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് ഇല്ലാതാക്കും, നമ്മളെ ഓടിപ്പിക്കും, നമ്മളെ നിർത്തത്തില്ല, മതിയെന്ന് പറയും, പിറുപിറുക്കും. പക്ഷേ അതിനെ അതിജീവിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, ശക്തി പ്രാപിക്കാം. ഈ ശക്തിയാൽ കർത്താവ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം വരും ദിവസങ്ങൾ നടത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആർക്കൊക്കെയോ കർത്താവ് ഈ ദൂതുകൾ കൈമാറിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിവിടെ വചനം ഇവിടെ നിർത്തുന്നു.